കണ്ടു അധികം ഇല്ല കണ്ടില്ല. എന്താണ് അതിന്റെ കാരണം? ഇനി നമുക്ക് കാര്യങ്ങൾ കാരണമറിഞ്ഞു പഠിക്കാം. ചേർത്തെഴുതിയപ്പോ ഒരു വാക്ക് ഇല്ലാതായി പോയിട്ടില്ല, പുതിയൊരക്ഷരം വന്നിട്ടില്ല, ഉള്ള വർണ്ണം ഇരട്ടിച്ചിട്ടില്ല. ഉത്തരപദത്തിന്റെ ആദിയിൽ വീണ്ടും വായെന്ന മധ്യമം വന്നിരിക്കുന്നു. മക്കളെ, ബട്ട് വൈ കൺഫ്യൂസിംഗ് ഫാക്ടിന്റെ പുതിയൊരു അധ്യായവുമായിട്ട് ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ്. ബട്ട് വൈ, പക്ഷേ എന്തുകൊണ്ട്? ഇനി നമുക്ക് കാര്യങ്ങൾ കാരണമറിഞ്ഞു പഠിക്കാം. പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ദാ നോക്കിയേ, കണ്ടു അധികം ഇല്ല കണ്ടില്ല. എന്താണ് അതിന്റെ കാരണം? കണ്ടു എന്ന വാക്കിന്റെ ഒടുവിലുള്ള ഉ എന്ന ശബ്ദം ലോപിച്ചു പോയത് കൊണ്ട് ലോപസന്ധി നമുക്കറിയാവുന്നതാണ്. അതുപോലെ തിരു അധികം ഓണം തിരുവോണം, വായെന്ന ശബ്ദം ആഗമിച്ചത് കൊണ്ട് ആഗമസന്ധി, അതും നമുക്കറിയാവുന്നതാണ്. കൺഫ്യൂഷന് യാതൊരു സാധ്യതയുമില്ല. അടുത്തത് സത് അധികം ജനം സജ്ജനം, താ പോയി ജാ വന്നതുകൊണ്ട് ആദേശസന്ധി. കൺഫ്യൂഷൻ ഇല്ലേ? അടുത്തത് നോക്കിക്കേ, താമര അധികം കുളം താമരക്കുളം, കാ എന്ന ശബ്ദം ഇരട്ടിച്ചതുകൊണ്ട് അത് ദ്വിത്വസന്ധിക്ക് ഉദാഹരണമാണ്. ആണല്ലോ, രണ്ട് വാക്കുകൾ കൂടിച്ചേരുമ്പോൾ ഒരക്ഷരം ഇല്ലാതായി പോയാൽ ലോപസന്ധിയാണ്, പുതിയൊരക്ഷരം വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ ആഗമസന്ധിയാണ്, ഒന്ന് പോയിട്ട് മറ്റൊന്ന് വന്നാൽ ആദേശസന്ധിയാണ്, ഉള്ള വർണ്ണം തന്നെ ഇരട്ടിച്ചാൽ അത് ദ്വിത്വസന്ധിയാണ്. യാതൊരു കൺഫ്യൂഷനും ഇല്ല. ഇനി നോക്കിക്കേ, പുലി അധികം മുരുകൻ പുലിമുരുകൻ. നോക്കിക്കേ, പുലി അധികം മുരുകൻ പുലിമുരുകൻ. ഇവിടെ ചേർത്തെഴുതിയിരിക്കുന്നിടത്ത് യാതൊരു വ്യത്യാസവും ഇല്ല. ആ പ്ലസ് ചിഹ്നത്തെ അങ്ങോട്ട് ഉപേക്ഷിച്ച് ആദ്യത്തെ വാക്കിനെയും രണ്ടാമത്തെ വാക്കിനെയും വെറുതെ ചേർത്തെഴുതിയപ്പോൾ നമുക്ക് സമസ്ത പദം കിട്ടി. യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. പക്ഷേ സന്ധി ഏതാണ്? ദ്വിത്വസന്ധിയാണ്. ബട്ട് വൈ? അതിന്റെ കാരണം എന്താണ് നോക്കാം. തീർന്നില്ല. മഴ അധികം വില്ല് മഴവില്ല്. ചേർത്തെഴുതിയപ്പോൾ ഒരു വാക്ക് ഇല്ലാതായി പോയിട്ടില്ല, പുതിയൊരക്ഷരം വന്നിട്ടില്ല, ഉള്ള വർണ്ണം ഇരട്ടിച്ചിട്ടില്ല. പക്ഷേ സന്ധി ദ്വിത്വസന്ധിയാണ്. ബട്ട് വൈ? തീർന്നില്ല. കളി അധികം വീട് കളിവീട്. രണ്ട് വാക്കുകൾ ചേർത്തെഴുതിയപ്പോൾ ഒരു വർണ്ണം പോലും ഇരട്ടിച്ചിട്ടില്ല. പക്ഷേ സന്ധി ദ്വിത്വസന്ധിയാണ്. ബട്ട് വൈ? തീർന്നില്ല. കളി അധികം മണ്ണ് കളിമണ്ണ്. ചേർത്തെഴുതിയപ്പോൾ യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. പക്ഷേ സന്ധി ദ്വിത്വസന്ധിയാണ്. ബട്ട് വൈ? ഇതിന്റെ കാരണമാണ് നമ്മൾ ഇന്ന് അന്വേഷിക്കാൻ പോകുന്നത്. ചില സവിശേഷ സാഹചര്യങ്ങളിൽ പൂർവ്വപദവും ഉത്തരപദവും ചേർത്തെഴുതി സമസ്തപദം ഉണ്ടാകുമ്പോൾ സമസ്തപദത്തിൽ യാതൊരു മാറ്റവും സംഭവിച്ചിട്ടുണ്ടാവില്ല, പ്രത്യേകിച്ച് ഒരു വർണ്ണം ഇരട്ടിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ സന്ധിയെ ദ്വിത്വസന്ധിയായിട്ട് തന്നെ പരിഗണിക്കണമത്രേ. എന്തുകൊണ്ടാണ് ഇവിടെ ഇരട്ടിപ്പ് സംഭവിക്കാത്തത് എന്ന് ചോദിച്ചാൽ അതിന്റെ കാരണം ഇതാണ്. ഉത്തരപദത്തിന്റെ ആദിയിൽ ശിഥിലവർണ്ണം വന്നാൽ ദ്വിത്വം സംഭവിക്കില്ല. അതായത് രണ്ടാമത്തെ വാക്കിന്റെ ആദ്യത്തെ അക്ഷരമായിട്ട് ഏതെങ്കിലും ഒരു ശിഥിലവർണ്ണം വന്നാൽ അവിടെ ഇരട്ടിപ്പ് സംഭവിക്കില്ലത്രേ. അതേതൊക്കെയാ ശിഥിലവർണ്ണങ്ങൾ? ങഞണ നമ 5 അനുനാസികങ്ങൾ, യാരാ ലാവ ളാഴാറ 7 മധ്യമങ്ങൾ, ഹ എന്ന ഘോഷി. ഈ 13 വർണ്ണങ്ങളെ ചേർത്ത എന്ത് വിളിക്കുന്നേ? ശിഥിലവർണ്ണം എന്ന് വിളിക്കുന്നത്. ഈ പറയുന്ന ശിഥിലവർണ്ണങ്ങളിൽ ഏതെങ്കിലും ഒന്നാണ് സന്ധി സംഭവിക്കുമ്പോൾ രണ്ടാമത്തെ വാക്കിന്റെ ആദ്യത്തെ അക്ഷരമായിട്ട് വരുന്നതെങ്കിൽ അവിടെ ഇരട്ടിപ്പ് സംഭവിക്കില്ല. പക്ഷേ സന്ധി എന്തായിരിക്കും? ദ്വിത്വസന്ധിയായിരിക്കും. മക്കളെ, ഇനി നോക്കിക്കേ, പുലി അധികം മുരുകൻ പുലിമുരുകൻ. രണ്ടാമത്തെ വാക്കിന്റെ ആദ്യത്തെ അക്ഷരം ഏതാ? മാ എന്ന അനുനാസികമാണ്. അതുകൊണ്ട് ഇരട്ടിപ്പ് സംഭവിക്കില്ല. പക്ഷേ സന്ധി ഏതാ? ദ്വിത്വസന്ധിയാണ്. അടുത്തത് നോക്കിക്കേ, മഴ അധികം വില്ല് മഴവില്ല്. വാ എന്നുള്ളത് ആരാ? മധ്യമവർണ്ണമാണ്. മധ്യമം ശിഥിലമാണ്. അതുകൊണ്ട് ഇരട്ടിപ്പ് സംഭവിച്ചില്ലെങ്കിലും സന്ധി ഏതാണ്? ദ്വിത്വസന്ധിയാണ്. കളി അധികം വീട് കളിവീട്. ഉത്തരപദത്തിന്റെ ആദിയിൽ വീണ്ടും വാ എന്ന മധ്യമം വന്നിരിക്കുന്നു. മധ്യമം ശിഥിലമായതിനാൽ ഇരട്ടിപ്പ് സംഭവിക്കുന്നില്ല. പക്ഷേ സന്ധി ദ്വിത്വസന്ധിയാണ്. കളി അധികം മണ്ണ് കളിമണ്ണ്. ഉത്തരപദത്തിന്റെ ആദിയിൽ മാ എന്ന അനുനാസികം വന്നിരിക്കുന്നു. അനുനാസികം ശിഥിലമായതുകൊണ്ട് ഇരട്ടിപ്പ് സംഭവിക്കുന്നില്ല. പക്ഷേ സന്ധി ദ്വിത്വസന്ധിയാണ്. നിയമം മറക്കരുതേ. ഉത്തരപദത്തിന്റെ ആദിയിൽ 13 ശിഥിലവർണ്ണങ്ങളിൽ ഏതെങ്കിലും ഒന്നാണ് വരുന്നതെങ്കിൽ സമസ്ത പദത്തിൽ ഇരട്ടിപ്പ് സംഭവിക്കില്ല. പക്ഷേ സന്ധി ദ്വിത്വസന്ധിയായിരിക്കും. ഇനി കൺഫ്യൂഷൻ ഇല്ലല്ലോ, കാരണം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോ ഇന്നത്തേക്ക് നമ്മൾ പിരിയുകയാണ്.
കാര്യം വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഉദാഹരണം പൂർവ്വപദവും ഉത്തരപദവും ചേർത്തെഴുതുമ്പോൾ യാതൊരു മാറ്റവും സമസ്ത പദത്തിൽ സംഭവിക്കാത്ത, ഉത്തരപദത്തിന്റെ ആദിയിൽ ശിഥിലവർണ്ണങ്ങൾ വരുന്ന ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഇനി നിങ്ങൾക്കുള്ള സമയമാണ്. ഇപ്പോൾ തന്നെ കമന്റ് ചെയ്ത് തുടങ്ങാം. ഓക്കെ, ബൈ.